ആന്റിയുടെ പേര് റീതാമ എന്നാണ്. ആന്റി നമ്മുടെ എറണാകുളം മീറ്റിംഗിൽ ആനി ആന്റിയുടെ കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ആന്റിക്ക് ഒരു അത്ഭുതകരമായ സാക്ഷ്യം പറയാനായിട്ടുണ്ട്. അത് ആന്റി ഒന്ന് പറഞ്ഞു. ആന്റിയുടെ ചെവിക്കായിരുന്നു ബുദ്ധിമുട്ട്, അതൊന്ന് പറയാമോ? ആദ്യം തൊട്ടൊന്ന് പറയാമോ? ഒരു ചെവി 60%, മറ്റൊരു ചെവി 50% ഫുള്ളായിട്ട് കേൾക്കത്തില്ല. ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞങ്ങള് എറണാകുളത്തുള്ള എല്ലാവരുടെയും വീട് വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ആനിയാന്റിയുടെ വീട്ടിൽ പോയപ്പോ ആനിയാന്റിയും റീഡാന്റിയും അവിടെ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അലറി കൂവിയാണ് എല്ലാ കാര്യങ്ങളും ആന്റിയോട് ചോദിച്ചത്. എന്നിട്ടും ഉത്തരം കിട്ടത്തില്ല. അലറി കൂവിയാണ് ചോദിച്ചത്, വീടോടാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും കേൾക്കത്തില്ല. അപ്പോ ഇന്ന് ഇവിടെ മീറ്റിംഗ് വന്നിരുന്നപ്പോൾ ആന്റി ആ ടെസ്റ്റിമണി ഞങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ വളരെ പതുക്കെ പറയുന്നതിലെല്ലാം ആന്റി തലയാട്ടും. അന്ന് ഞാൻ പറയുമ്പോ ഒരു വികാരം ഇല്ലാതിരിക്കും. അപ്പോഴാണ് ഞാൻ ആന്റിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചെവി കേൾക്കത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ എല്ലാം പ്രതികരിച്ചപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ചെവി? അപ്പോഴാണ് പറയുന്നത് ചെവി അന്ന് സൗഖ്യമായി. അന്ന് ചെവിയിൽ ഇങ്ങനെ വിരലിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ചൂട് കാറ്റടിക്കുന്നത് പോലെ ആന്റി അനുഭവിച്ചെന്നാണ് പറയുന്നത് അല്ലെ? ഒരു ചൂട് അനുഭവിച്ചു, അപ്പൊ തന്നെ അനുഭവിച്ചു. അതിനുശേഷമാണ് ആ ചെവി ഓപ്പൺ ആയി. ഇപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കാം. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ആന്റിയുടെ പേരെന്തോ? നേരത്തെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാറുണ്ടോ? ഇല്ലായിരുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടോ. ഇതൊരു അമേസിംഗ് ടെസ്റ്റിമണിയാണ്. ഹല്ലേലൂയ. ചെവി തുറക്കുന്ന ദൈവം നമ്മുടെ മുന്നിൽ. ഹല്ലേലൂയ. എത്ര നാളായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഏകദേശം 14 വർഷത്തിലധികമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരുന്നപ്പോ എന്തോ അനുഭവിച്ചത്? ഇന്ന് ഇവിടെ ഇരുന്നപ്പം ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാം ഇറങ്ങി പോകുന്നതായിട്ട് തോന്നി. ഹല്ലേലൂയ. ദൈവം കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിനായിട്ട് സ്തോത്രം. അടുത്ത ആഴ്ചകളിൽ ഒരു ഗോലിയത്ത് വീണിട്ടുണ്ട്. അതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിന്റെ സാക്ഷ്യങ്ങൾ അടുത്ത് വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ യേശുവിനായിട്ട് ജീവിക്കുന്നു. ഞാൻ യേശുവിന്റെ മകളായി ജീവിക്കും. ഇനി മുതൽ ഞാൻ പാരമ്പര്യത്തിലല്ല, ഞാൻ ശാപത്തിലല്ല, ഞാൻ യേശുവിന്റെ മകളായി ജീവിക്കും. ഗോഡ് ബ്ലെസ്.